സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്നൊരു സ്കിൻ വൈറ്റനിങ് ഓയിലാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ അധികം വീട്ടുന്നില്ല, നേരെ നമുക്ക് ആ ഓയിൽ ഉണ്ടാക്കാനായിട്ട് പോകട്ടെ. വൈറ്റനിങ് എണ്ണ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അര കഷ്ണം ബീട്രൂട്ട്, അര കഷ്ണം ക്യാരറ്റ്, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നല്ലോണം നമ്മൾ അരച്ചെടുക്കാം. എന്നിട്ടൊരു പാൻ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഒലീവ് ഓയിലാണ് കേട്ടോ. കുറച്ച് ഒലീവ് ഓയിൽ ചേർക്കുക. ബദാം ഓയിൽ ഉണ്ടെങ്കിൽ അതും ചേർത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു ക്യാപ്സ്യൂളും കൂടി നമ്മൾ എടുത്ത് വെക്കണേ. പിന്നെ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അത് അത്യാവശ്യത്തിന് നമുക്ക് ചേർക്കാം കേട്ടോ. ഒരു കപ്പോളം ചേർക്കാം. ഞാനിതിങ്ങനെ കപ്പിൻ്റെ അളവൊന്നും എടുക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ചേർത്തിട്ട് നമ്മൾ നല്ലോണം ചൂടാക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ. വെളിച്ചെണ്ണ ഈ ഒരു പരുവത്തിലായിട്ട് വരുമ്പോൾ നല്ലോണം തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് സിമ്മൊന്ന് നല്ല സിമ്മിലാക്കി വെക്കണം കേട്ടോ. ഇതിട്ടതിന് ശേഷം ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ലോണം പോകണം കേട്ടോ. ഈ ഒരു തിള വരൂലേ, എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെ നിൽക്കും, നല്ല പോലെ തെളിഞ്ഞ് നിൽക്കും. ഈ തിളയൊക്കെ പോയതിന് ശേഷം ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ഇറക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ അരിച്ച് കുപ്പിയിലാക്കി വെക്കുക. ഇതിപ്പോൾ അരിച്ച ബാക്കിയുള്ള കൊറ്റ നമുക്ക് മേത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നല്ലത് തന്നെയാണ് കേട്ടോ. സംഭവം അത് ഒരുവിധ തിളയൊക്കെ അവസാനിപ്പിച്ചിട്ട് എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പതുക്കെ ഇറക്കാം, എന്നിട്ട് അരിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം ഇതിലിങ്ങനെ കുറച്ച് കൊറ്റ പോലെ കിടക്കും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരാഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ക്യാപ്സ്യൂളാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിൽ എവിടെയോ ഒരു ഓട്ട ഉണ്ടാക്കി ഞാൻ ഇവിടെയെന്ന് തോന്നുന്നു. ഈ ക്യാപ്സ്യൂള് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. 1-2 നമുക്ക് ചേർക്കാം. പിന്നെ ബദാം ഓയിൽ ഞാൻ പറഞ്ഞില്ലേ, അതും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. ഇതും കൂടെ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു അത്യാവശ്യത്തിന് ഒരു 5-6 മാസം നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ആഴ്ചയിൽ 2 തവണ നമ്മൾ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും. നമ്മുടെ സ്കിന്നിലെ മുരി പോലെയുള്ള കാര്യങ്ങളും പോയി കിട്ടും. അതുപോലെ ഒരു ഷെയ്ഡ് കൂടും ചെയ്യും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പൊ ആഴ്ചയിൽ 2 തവണ നമുക്ക് ഈ ഒരു ഓയിൽ തേച്ച് കുളിക്കാം കേട്ടോ. നമുക്ക് സ്കിന്ന് നല്ലോണം വെളുത്ത് മാറുന്നോ കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവും ചെയ്യും കേട്ടോ. പിന്നെ മുരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ സ്കിന്നിൽ, അത് നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. റിവ്യൂ എന്റെ വീഡിയോന്റെ താഴെ ഇട്ടോളൂ കേട്ടോ, ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റാ.